എൻ്റെ ഭഗവാന്റെ വകകളെ ദുർവിനിയോഗം ചെയ്യോ ദുർഭരണം നടത്തിയോ ഈ ദേവ മുതലിന് നഷ്ടം വരുത്തിയാൽ നിന്നെ അല്ലെങ്കിൽ നിന്റെ സമ്പത്തിനെ അല്ലെങ്കിൽ നിന്റെ അനന്തര തലമുറയെ പിടിക്കാൻ നിയമമുണ്ട്. അത് കോടതിയാണ് ചെയ്യുന്നത്, ബഹുമാനപ്പെട്ട കോടതി. അപ്പൊ ഗവൺമെന്റ് നമ്മുടെ റോളില്ല, കോടതിക്കാണ് റോള്. അത്രേ ഉള്ളൂ. ഗവൺമെന്റ് എന്താ റോള്? നിയമിച്ച് അതല്ലേ ലോകത്ത് ഈ നമ്മുടെ കേരളത്തില് നിയമിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത ഒരു ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം തിരുവിതാംകൂർ കൊച്ചി ബോർഡുകളേ ഉള്ളൂ. നിയമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ അവകാശമില്ല. അവരെ അയോഗ്യത പഠിക്കാൻ കോടതിക്ക് അവകാശം. കാരണം ഗവൺമെന്റിന്റെ കൺട്രോൾ വരാൻ പാടില്ല. കാരണം നമ്മുടെ പൂർവികർ അങ്ങനെയാണ് നോക്കി വെച്ച. ഗവൺമെന്റ് കൺട്രോൾ വന്നാൽ അവരുടെ രസവാസനയ്ക്കനുസരിച്ച് ഈ ക്ഷേത്രഭരണം വളച്ചൊടിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനാവാത്ത അധികാരം ഇവർക്ക് വെച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ കാലാകാലങ്ങളിൽ നമ്മളിപ്പം ജനകീയ ഭരണം നടക്കുന്നു, ഇതിൽ അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്ക് അല്ലെങ്കിൽ നിലവിലുള്ള മന്ത്രിമാർക്കൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഇതിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. കാരണം മന്ത്രി എന്നൊരു പേര് വെച്ചിരിക്കുന്നതല്ലാതെ ഈ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു ഇതല്ലാതെ ഇവർക്ക് അങ്ങനെ ഒരു നഷ്ടത്തിൽ നിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അല്ല, അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമേ ഉള്ളൂ. വേറെ ഉത്തരവാദിത്വം നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് ബോർഡിനെ നിയന്ത്രിക്കാൻ അധികാരമില്ല. ഇവരാരെങ്കിലും ഇതിൽ നിന്നും എന്തെങ്കിലും കൈപ്പറ്റിയതായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് ഇപ്പം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അതെന്തോ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്തായാലും കണ്ടെത്തും. തീർച്ചയായിട്ടും നമ്മുടെ ശുഭാപ്തി വിശ്വാസം അങ്ങനെയാണ്. കാരണം കോടതി അവരുടെ ഉത്തരവാദിത്തമാണ്. കോടതിയും ഇത് ആവശ്യമില്ലാതെ കയറി എടുക്കുന്നതല്ല. അതെ, ഈ ദേവാലയ സ്ഥാപനങ്ങൾക്ക് അവർക്കുള്ള ഉത്തരവാദിത്വമാണ്. അത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഏൽപ്പിക്കപ്പെട്ട ചുമതലയാണ് അവർ നിർവഹിക്കുന്നത്. കാരണം അത്ര വാസ്റ്റ് പവേഴ്സ്, വാസ്റ്റ് ചുമതലകളാണ് അതിനകത്തുള്ളത്. രാഷ്ട്രീയക്കാർ ഒരു കാലത്തും വരാതിരിക്കാനുള്ള ഇപ്പൊ ഇവരെ അയോഗ്യതപ്പെടുത്താൻ വേണം ഈ കോടതി. അല്ലാതെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് എന്താ മെമ്മോ കൊടുക്കാത്ത, എന്താ അവരുടെ തല ഉയ്യാത്തെന്നൊക്കെ ചോദിക്കും. അതിന് ഗവൺമെന്റ് അധികാരമില്ല.